ഗുഡ് മോർണിംഗ് സാർ. വക്കീലേ, ഇരിക്കൂ. സാർ, ഞാൻ സൂര്യ, യതീന്ദ്രദാസിന്റെ മകനാ. അച്ഛനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾ തമ്മിൽ കണ്ടിരുന്നു. അദ്ദേഹത്തിനെ എനിക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട് ഒരു പ്രതി എന്ന നിലയിലല്ല ഞാൻ അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്തത്. അറിഞ്ഞു സാർ, താങ്ക്സ്. ഞങ്ങൾ അച്ഛൻ്റെ ജാമ്യത്തിന് വേണ്ടി സാർ അത് സാർ നോക്കൂ, ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ സീനിയർ ഓഫീസേഴ്സിനെ വിളിച്ചിരുന്നു. ബിക്കോസ് ഈ വിഗ്രഹമോഷണം എന്ന് പറയുന്നത് ഒരു അന്തർസംസ്ഥാന കുറ്റമാണ്. പക്ഷേ സാർ, അദ്ദേഹം നിരപരാധിയായിരിക്കാം. എനിക്കും അങ്ങനെയാ തോന്നുന്നത്. പക്ഷേ അവർ രണ്ടുപേർ, വിഗ്രഹം മോഷ്ടിച്ച ആൾ, അത് കൈമാറിയെന്ന് അവകാശപ്പെടുന്ന രാജീവൻ, അവർ രണ്ടുപേരും പറഞ്ഞ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. സാർ, അവർ ക്രിമിനലുകളാണ്. അപ്പോൾ അവർക്കൊരു കാര്യം ആവർത്തിച്ച് പറയാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. ഞാൻ പറഞ്ഞു തീർത്തില്ല. ഈ കേസിന്റെ രീതി അങ്ങനെ ആയതുകൊണ്ട് ഒരു കാരണവശാലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ പാടില്ലെന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന കർശന നിർദ്ദേശം. സാർ, സാർ എന്തായി പറയുന്നത്? ഒരു തെറ്റും ചെയ്യാതെ അച്ഛൻ എന്തിനാ ഈ സ്റ്റേഷനിലിരിക്കുന്നത്? ഇത്തരം ഒരു ചോദ്യത്തിന് എനിക്ക് ഉത്തരവൊന്നും ഉണ്ടാവില്ല എന്ന് അഡ്വക്കേറ്റിന് നന്നായി അറിയാം. ബട്ട് നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ കോടതിയിൽ നിന്ന് ജാമ്യത്തിന് ശ്രമിക്കാവുന്നതാണ്. സർ, പ്ലീസ്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒരു കാരണവശാലും സ്റ്റേഷൻ ജാമ്യം നടക്കില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പുതരാം. സൂര്യയുടെ അച്ഛൻ ഇവിടെ ഇരിക്കുന്നിടത്തോളം സമയം അദ്ദേഹത്തിന്റെ നേരെ ഒരു മോശം വാക്കുപോലും ഇവിടെ ആരും ഉപയോഗിക്കില്ല. അതെന്റെ ഗ്യാരണ്ടിയാണ്. സൂര്യ, അപ്പൊ പിന്നെ നിങ്ങൾക്ക് ചെന്ന് കാണാം. അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കൂ. ശരി സർ. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട്. അച്ഛനെ രക്ഷിക്കാൻ വന്നാണോ മോൻ? എങ്കിൽ ഞങ്ങളെയും കൂടെ കൊണ്ടുപോട്ടാ. രക്ഷപ്പെടുകയാണെങ്കിലേ എല്ലാരും കൂടെ രക്ഷപ്പെടട്ടെ. എന്നാ നിങ്ങൾ സംസാരിക്കും. അച്ഛാ, DSP സാർ പറയുന്നത് അച്ഛനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ പറ്റില്ലെന്ന് അദ്ദേഹം എന്നോട് സൂചിപ്പിച്ചിരുന്നു. നമുക്ക് അയാളെ കുറ്റം പറയാൻ പറ്റില്ല. അയാളൊരു നല്ല മനുഷ്യനാണ്. പക്ഷേ അയാൾക്ക് അയാളുടേതായ സാഹചര്യങ്ങളുണ്ടല്ലോ. നാളെ രാവിലെ കോടതിയിൽ നിന്ന് മാത്രമേ ജാമ്യം കിട്ടൂ. അങ്ങനെ ചെയ്യാം. നീ പോയിക്കോ. അച്ഛാ, അച്ഛൻ ഈ രാത്രിയിൽ എങ്ങനെയാ അച്ഛൻ ഇവിടെ തനിച്ച്? അതിനെന്താണ്? ഇത്രയും ആളുകളൊക്കെ ഇവിടെ ഇല്ലേ? ഇവരൊക്കെ മനുഷ്യരല്ലേ. അതിന്റെ കൂടെ ഞാനും അങ്ങോട്ട് പോകും. അത്രേ ഉള്ളൂ. എന്നെ കൊണ്ടത് താങ്ങാൻ പറ്റില്ല അച്ഛാ. എടാ, ഒരു കാര്യം സംഭവിച്ചു പോയിട്ട് പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല. വിട്ടുകളഞ്ഞേക്കണം. പണ്ട് വീട്ടിൽ
വീട്ടിലെ മുതിർന്ന ആണുങ്ങൾ പറയുമായിരുന്നു, ഈ ജയില് പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത് ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണെന്ന്. അതിന് പരിഭ്രമിക്കുകയോ പേടിക്കുകയോ ഒന്നും വേണ്ടെന്ന്. നീ ഇപ്പൊ അങ്ങനെ ചിന്തിച്ചാ മതി. വിട്ടുകളയടാ. മറ്റാരുടെ കാര്യം ഞാൻ ഒരിക്കലും നോക്കിയിട്ടില്ല. പക്ഷെ എൻ്റെ അച്ഛൻ ആരുടെ മുമ്പിൽ തല കുനിക്കരുത്. എൻ്റെ അച്ഛൻ ആരുടെ മുമ്പിൽ തളർന്നു പോകരുത്. അങ്ങനെയൊക്കെ ഞാൻ എപ്പോഴും കരുതിയിരുന്നത്. അതെ, നീ ഇപ്പൊ ഇവിടെ ഇങ്ങനെ നിന്ന് കൂടുതൽ സംസാരിച്ചാൽ നമ്മൾ രണ്ടുപേരും വല്ലാതെ. നീ പോയി അമ്മയോട് സംസാരിക്കണം, ബാക്കിയുള്ളവരെ സമാധാനിപ്പിക്കണം. അത് നിന്റെ ചുമതലയാടാ. നിശ്ചയത്തിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നന്നായി നടത്തില്ലേ നീ? ഇതൊക്കെ ഒരു തലമുറ മാറ്റത്തിന്റെ സൂചനയാടാ. ഒരുപക്ഷെ ഞാനില്ലെങ്കിൽ പോലും. അച്ഛാ, വേണ്ട. അതൊന്നും കേട്ട് നിൽക്കാനുള്ള ധൈര്യമൊന്നും അച്ഛൻ്റെ മോനില്ല. അച്ഛൻ്റെ നിപ്പുണ്ടല്ലോ. അതെ, അച്ഛൻ തോറ്റുപോയ ദിവസമല്ല, ഞാൻ തോറ്റുപോയ ദിവസമാണ്. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാനിപ്പോ പോകുന്ന അച്ഛാ. ഞാൻ ചിലപ്പോ ഇങ്ങോട്ട് തന്നെ വരും. എന്തിന്? അച്ഛാ, ഞാൻ വന്ന് പുറത്തെവിടെയെങ്കിലും നിന്നോളാം അച്ഛാ. വെറുതെ മണ്ടത്തരമൊന്നും കാണിക്കാതെ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നീ ഇപ്പൊ പോയിക്കോ. നാളെ കോടതിയിലേക്കുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു തീർക്കാനുണ്ടെങ്കിൽ ചെയ്യ. ചെല്ലടാ, ചെല്ലേ, പോയിക്കോ. ആന്റി, നമുക്ക് വേണമെങ്കിൽ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോയാലോ? അതെ ആന്റി, ഇങ്ങനെ ഇരുന്ന് വിഷമിക്കുന്നതിലും നല്ലത് നമുക്ക് ഒന്ന് പോയിട്ട് വരാം.